കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 642. സൂറത്തുൽ ഇസ്രാ ആയത്തുകൾ 89 മുതൽ 111 വരെ, അതായത് അവസാനം വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് സർറഫ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ فأبى أكثر الناس إلا كفورا وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا أو تسقط السماء كما زعمت علينا كسفا أو تأتي بالله والملائكة قبيلا أو يكون لك بيت من زخرف أو ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه قل سبحان ربي هل كنت إلا بشرا رسولا وما منع الناس أن يؤمنوا إذ جاءهم الهدى إلا أن قالوا أبعث الله بشرا رسولا قل لو كان في الأرض ملائكة يمشون مطمئنين لنزلنا عليهم من السماء ملكا رسولا قل كفى بالله شهيدا بيني وبينكم إنه كان بعباده خبيرا بصيرا ومن يهد الله فهو المهتد ومن يضلل فلن تجد لهم أولياء من دونه ونحشرهم يوم القيامة على وجوههم عميا وبكما وصما مأواهم جهنم كلما خبت زدناهم سعيرا ذلك جزاؤهم بأنهم كفروا بآياتنا وقالوا أئذا كنا عظاما ورفاتا أئنا لمبعوثون خلقا جديدا أفلم يروا أن الله الذي خلق السماوات والأرض قادر على أن يخلق مثلهم وجعل لهم أجلا لا ريب فيه فأبى الظالمون إلا كفورا قل لو أنتم تملكون خزائن رحمة ربه قل لو أنتم تملكون خزائن رحمة ربي إذا لأمسكتم خشية الإنفاق فكان الإنسان قطورا ولقد آتينا موسى 9 آيات بينات فاسأل بني إسرائيل إذ جاءهم فقال له فرعون إني لأظنك يا موسى مسحورا قال لقد علمت ما أنزل هؤلاء إلا رب السماوات والأرض بصائر
وإني لأظنك يا فرعون مثبورا فأراد أن يستفزهم من الأرض فأغرقناه ومن معه جميعا وقلنا من بعده لبني إسرائيل اسكنوا الأرض فإذا جاء وعد الآخرة جئنا بكم لفيفا وبالحق أنزلناه وبالحق نزل وما أرسلناك إلا مبشرا ونذيرا وقرآنا فرقناه لتقرأه على الناس على مكث ونزلناه تنزيلا قل آمنوا به أو لا تؤمنوا إن الذين أوتوا العلم من قبله إذا يتلى عليهم يخرون للأذقان سجدا ويقولون سبحان ربنا إن كان وعد ربنا لمفعولا ويخرون للأذقان يبكون ويزيدهم خشوعا قل ادعوا الله أو ادعوا الرحمن أيما تدعوا فله الأسماء الحسنى ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 643, സൂറത്തുൽ ഇസ്റാ ആയത്ത് 89, പേജ് നമ്പർ 1011. വലഖദ് സർറഫ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ, തീർച്ചയായും ഈ ഖുർആനിൽ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ ഉപമകളിൽ നിന്നും നാം വിശദീകരിച്ചു. ഫഅബാ അക്സറുൻ നാസി ഇല്ലാ കുഫൂറ, എന്നാൽ ജനങ്ങളിൽ അധിക പേർക്കും നിഷേധിക്കുവാനല്ലാതെ മനസ്സ് വന്നില്ല. പേജ് 1012. വഖാലു ലൻ നുഅ്മിന ലക, ആയത്ത് 90. അവർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഹത്താ തഫ്ജുറ ലനാ മിനൽ അർദി യംബുഅ, ഭൂമിയിൽ നിന്ന് ഒരു ഉറവ ഞങ്ങൾക്ക് നീ ഒഴുക്കിത്തരുന്നത് വരെ. ആയത്ത് 91. ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ, അല്ലെങ്കിൽ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടം നിനക്ക് ഉണ്ടായിരിക്കുക. ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ, എന്നിട്ട് നീ അതിനിടയിലൂടെ നദികളെ സമൃദ്ധമായി ഒഴുക്കുകയും ചെയ്യുന്നത് വരെ. ആയത്ത് 92. ഔ തുസ്ഖിത അസ്സമാഅ കമാ സഅംത അലൈനാ കിസഫ, അല്ലെങ്കിൽ നീ ജൽപ്പിച്ചതുപോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തുന്നത് വരെ. ഔ തഅതിയ ബില്ലാഹി വൽ മലായികതി ഖബീല, അല്ലെങ്കിൽ അല്ലാഹുവിനെയും മലക്കുകളെയും അഭിമുഖമായി നീ കൊണ്ടുവരുന്നത് വരെ. ആയത്ത് 93. ഔ യകൂന ലക ബൈതും മിൻ സുഖ്റുഫിൻ, അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള ഒരു വീട് നിനക്കുണ്ടാകുന്നത് വരെ. ഔ തർഖാ ഫിസ് സമാഇ, അല്ലെങ്കിൽ ആകാശത്തു കൂടി നീ കയറിപ്പോകുന്നത് വരെ. വലൻ നുഅ്മിന ലിറുഖിയിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ, ഞങ്ങൾക്ക് വായിക്കുവാൻ ഒരു പുസ്തകം നീ ഇറക്കി തരുന്നത് വരെ നിന്റെ ആകാശാരോഹണം ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഖുൽ സുബ്ഹാന റബ്ബി, പറയുക, എൻ്റെ റബ്ബിൻ്റെ പരിശുദ്ധി ഞാൻ പ്രഖ്യാപിക്കുന്നു. ആളുകളുടെ ബാലിശമായ ദുർവാശിക്ക് വഴങ്ങൽ എൻ്റെ റബ്ബിൻ്റെ മഹത്വത്തിന് ചേർന്നതല്ല. അവരാവശ്യപ്പെടുന്നത് കാണിച്ചു കൊടുത്ത് വിശ്വസിപ്പിക്കുന്ന പതിവില്ല. ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല, ഞാനൊരു ദൂതനായ മനുഷ്യൻ മാത്രമല്ലേ. പ്രബോധനത്തിൻ്റെ ബാധ്യതയെ എനിക്കുള്ളൂ, അത് ഞാൻ നിർവഹിച്ചു. നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം കാണിച്ചു തന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുവാൻ എനിക്ക് ബാധ്യതയില്ല, എനിക്കതിന് കഴിവുമില്ല.
അത്ഭുത സംഭവങ്ങൾ പ്രവാചകന്മാരുടെ ഇഷ്ടമനുസരിച്ചല്ല സംഭവിക്കുക, അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴേ അവ സംഭവിക്കൂ. ആയത്ത് 94. വമാ മനഅന്നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ. മനുഷ്യർക്ക് നേർമാർഗം വന്നെത്തിയപ്പോൾ അവർ വിശ്വസിക്കുന്നതിന് അവരെ തടസ്സപ്പെടുത്തിയിട്ടില്ല. പേജ് 1013. ഇല്ലാ അൻ ഖാലൂ അബഅസല്ലാഹു ബശറൻ റസൂല. അള്ളാഹു ഒരു മനുഷ്യനെയാണോ റസൂലാക്കി നിയമിച്ചതെന്നുള്ള അവരുടെ വാദം അല്ലാതെ. അവരുടെ വിശ്വാസത്തിന് തടസ്സമായി പറഞ്ഞത് ഈ വാദമാണ്. മനുഷ്യൻ റസൂലാകാൻ പറ്റുകയില്ല, റസൂൽ മലക്കായിരിക്കേണ്ടതാണ് എന്നാണ് അവരുടെ ജൽപ്പനം. ആയത്ത് 95. ഖുൽ ലൗ കാന ഫിൽ അർദി മലായികത്തുൻ യംശൂന മുത്മഇന്നീന. പറയുക, ഭൂമിയിൽ ശാന്തരായി നടന്നു പോകുന്ന മലക്കുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലകർ റസൂല. ആകാശത്തിൽ നിന്നൊരു മലക്കിനെ ദൂതനായി നാം അവരിലേക്ക് ഇറക്കുമായിരുന്നു. മനുഷ്യർക്ക് അവരുടെ റസൂലുമായി ബന്ധപ്പെടാനും അദ്ദേഹത്തിൽ നിന്ന് കേട്ടും കണ്ടും പഠിക്കുവാനും സാധിക്കണമെങ്കിൽ അദ്ദേഹം ഒരു മനുഷ്യൻ തന്നെ ആയാലേ ഒക്കുകയുള്ളൂ. കേട്ട് മനസ്സിലാക്കിയാൽ തന്നെ പോരാ, കണ്ടു പഠിക്കുകയും പിൻപറ്റി പരിശീലിക്കുകയും വേണം. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ തന്നെ മനുഷ്യരുടെ അടുക്കലേക്ക് റസൂലാക്കിയത്. ആയത്ത് 96. ഖുൽ കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വബൈനക്കും. പറയുക, എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ സാക്ഷിയായി അള്ളാഹു തന്നെ മതി. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ. നിശ്ചയമായും അവൻ അവൻ്റെ അടിമകളെ സംബന്ധിച്ച് സസൂക്ഷ്മം അറിയുന്നവനും കാണുന്നവനും തന്നെയാകുന്നു. ആയത്ത് 97. വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്. അള്ളാഹു ആരെയെങ്കിലും നേർവഴിയിലാക്കുന്ന പക്ഷം അവൻ തന്നെയാണ് നേർവഴി പ്രാപിച്ചവൻ. വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹും ഔലിയാഅ മിൻ ദൂനിഹി. അവൻ ആരെയെങ്കിലും വഴി പിഴപ്പിക്കുന്ന പക്ഷം അവർക്ക് അവനെ കൂടാതെ രക്ഷകന്മാരെ നീ കണ്ടെത്തുകയില്ല. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉംയം വബുക്മൻ വസുമ്മ. ഖിയാമത്ത് നാളിൽ അവരെ മുഖം കുത്തിയവരായും അന്ധരും ഊമകളും ബധിരന്മാരും ആയിക്കൊണ്ട് നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. മഅ്വാഹും ജഹന്നം. അവരുടെ വാസസ്ഥലം നരകമത്രേ. കുല്ലമാ ഖബത് സിദ്നാഹും സഈറ. അതിൻ്റെ ജ്വാല അടങ്ങുമ്പോഴൊക്കെയും നാം അവർക്ക് കത്തൽ വർദ്ധിപ്പിക്കുന്നതാകുന്നു. നിരന്തരമായ കത്തൽ തന്നെ, ഇടതടവില്ലാതെ. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 644, സൂറത്തുൽ ഇസ്റാ ആയത്ത് 98, പേജ് നമ്പർ 1014. ذلك جزاؤهم بأنهم كفروا بآياتنا. അതാണ് അവരുടെ പ്രതിഫലം. കാരണം അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു കളഞ്ഞു. وقالوا أإذا كنا عظاما ورفاتا أإنا لمبعوثون خلقا جديدا. അവർ പറയുകയും ചെയ്തു, നാം എല്ലുകളും നുരുമ്പിയ സാധനങ്ങളും ആയിത്തീർന്നാൽ പിന്നെ പുതിയൊരു സൃഷ്ടിയായി ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുന്നവരാണോ? ആയത്ത് 99. അവലം യറൂ അന്നല്ലാഹ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഖാദിറുൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും. നിശ്ചയമായും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹു അവരെപ്പോലുള്ളവരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ലേ? വജഅല ലഹും അജല. അവൻ അവർക്ക് ഒരു അവധി നിശ്ചയിക്കുകയും ചെയ്തു. ലാ റൈബ ഫീഹ്. അതിൽ യാതൊരു സംശയവുമില്ല. ഫഅബദ്ദാലിമൂന ഇല്ലാ കുഫൂറ. അപ്പോൾ അക്രമികൾക്ക് നിഷേധിക്കുവാനല്ലാതെ മനസ്സു വന്നില്ല. അനന്തവിശാലമായി ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ് അള്ളാഹു. 30,000 കോടി ഗാലക്സികൾ ഉണ്ടെന്ന് പറയുന്നു. ഈ അനന്തകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമൊന്നും തമ്മിൽ കൂട്ടിമുട്ടാതെ കൃത്യമായ സഞ്ചാരപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്ര സങ്കീർണവും സൂക്ഷ്മവും കൃത്യവുമായ സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹുവിന് മനുഷ്യരെ രണ്ടാമത് സൃഷ്ടിക്കാൻ ഒരു പ്രയാസവുമില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിക്കുന്നത്. ആയത്ത് 100. കുല്ലു അൻതും തംലികൂന ഖസായിന റഹ്മതി റബ്ബി. പറയുക, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ ഖജാനകൾ നിങ്ങൾ ഉടമയാക്കിയിരുന്നുവെങ്കിൽ ഇതെല്ലാം അംസക്തും ഖശിയത്തൽ ഇൻഫാഖ്. ചെലവഴിക്കുന്നതിനെ ഭയന്നതിനാൽ നിങ്ങൾ പിടിച്ചു വെക്കുമായിരുന്നു. ചെലവഴിച്ച് തീർന്നു പോകുമെന്ന
ഭയം മനുഷ്യനെ പിശുക്കനാക്കുന്നു. എന്നാൽ അള്ളാഹു അങ്ങേയറ്റം ഔദാര്യവാനാണ്. അവൻ്റെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപങ്ങൾ അവസാനിക്കില്ല. അവയിൽ നിന്ന് എത്ര ചെലവഴിച്ചാലും തീരില്ല. ബുഖാരി 46:84. മനുഷ്യൻ മഹാപിശുക്കനാകുന്നു. ആയത്ത് 101. വലഖദ് ആതൈനാ മൂസാ 9 ആയാതിൻ ബയ്യിനാതിൻ. തീർച്ചയായും മൂസാക്ക് 9 വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നാം നൽകി. പേജ് 1015. ഫസ്അൽ ബനീ ഇസ്രായീല ഇദ് ജാഅഹും. അതിനാൽ ഇസ്രായേൽ സന്തതികളോട് നീ ചോദിക്കുക, അവരുടെ അടുക്കൽ മൂസ വന്ന സന്ദർഭം. ഫഖാല ലഹു ഫിർഔൻ. അപ്പോൾ ഫിർഔൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നി ലഅദുന്നുക യാ മൂസ മസ്ഹൂറ. ഏ മൂസ, നിശ്ചയമായും നിനക്ക് മാരണം ബാധിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമക്ക് 9 ദൃഷ്ടാന്തങ്ങൾ നൽകുകയുണ്ടായി. ഒന്നാമത്തേത് വടി തന്നെ, പിന്നെ പ്രകാശം പോലെ വെള്ള നിറമാകുന്ന കൈപ്പത്തി, പിന്നെ ശത്രുക്കൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷകൾ, വരൾച്ച, ഭക്ഷ്യദൗർലഭ്യം, പ്രളയം, വെട്ടുകിളി, പേൻ, തവള, രക്തം. ഇവയാണ് 9 ദൃഷ്ടാന്തങ്ങൾ. ഒരു റിപ്പോർട്ട് പ്രകാരം സൂറത്തുൽ അറാഫിൽ വിവരിച്ച ദൃഷ്ടാന്തങ്ങളാകുന്നു. 107, 108, 130, 133 ആയത്തുകൾ നോക്കുക. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ബഹുദൈവാരാധന, വ്യഭിചാരം മുതലായ മഹാപാപങ്ങൾ വിരോധിക്കുന്ന വചനങ്ങളാണ്. ആയത്ത് 102. قال لقد علمت ما أنزل هؤلاء إلا رب السماوات والأرض بصائر. മൂസ പറഞ്ഞു, കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളായി ഇവയെ ഇറക്കിയത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനായ അള്ളാഹു അല്ലാതെ മറ്റാരുമല്ല എന്ന് നീ സത്യമായും അറിഞ്ഞിട്ടുണ്ട്. ഏ ഫിർഔനെ, നിശ്ചയമായും നാശമടഞ്ഞവനായി നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ഈ ദൃഷ്ടാന്തങ്ങളൊന്നും കാണിക്കുവാൻ എനിക്ക് കഴിവില്ല. സർവശക്തനും സർവലോകരക്ഷിതാവുമായ അള്ളാഹുവിന് മാത്രമേ അതിന് കഴിവുള്ളൂ. ഞാൻ അള്ളാഹുവിങ്കിൽ നിന്ന് അയക്കപ്പെട്ട സത്യദൂതനാണെന്ന് ബോധ്യപ്പെടാൻ തക്കവണ്ണമുള്ള ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു കാണിച്ചത്. എന്നിട്ടും നീ വിശ്വസിക്കാത്തതെന്ത്? ഇങ്ങനെ നിഷേധിയായി ഉറച്ചു നിൽക്കുന്ന പക്ഷം നീ നാശമടഞ്ഞവനായിത്തീരുമെന്ന് അറിഞ്ഞുകൊള്ളുക. ആയത്ത് 103. അപ്പോൾ അവൻ അവരുടെ നാട്ടിൽ നിന്ന് വിരട്ടി ഓടിക്കുവാൻ ഉദ്ദേശിച്ചു. അപ്പോൾ അവനെയും കൂടെയുള്ളവരെയും എല്ലാം ഒന്നായി നാം മുക്കിക്കൊന്നു. ആയത്ത് 104. അതിനുശേഷം ഇസ്രായേൽ മക്കളോട് നാം പറഞ്ഞു, ഈ ഭൂമിയിൽ നിങ്ങൾ താമസിച്ചു കൊള്ളുക. എന്നാൽ പരലോകത്തിൻ്റെ വാഗ്ദാനം വന്നെത്തിയാൽ മനുഷ്യരെല്ലാവരെയും പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമെന്നത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. ജിഇനാ ബികും ലഫീഫ. നിങ്ങളെ എല്ലാവരെയും കൂട്ടത്തോടെ നാം കൊണ്ടുവരുന്നതാകുന്നു. പേജ് നമ്പർ 1016. നിങ്ങളെയും അവരെയും എല്ലാം ഒരുമിച്ച് കൂട്ടും. അങ്ങനെ എല്ലാവരെയും വിചാരണ ചെയ്യും, വിധി നടപ്പാക്കും. ആയത്ത് 105. വബിൽ ഹഖ് അൻസൽനാഹു. സത്യസഹിതം ഖുർആൻ നാം അവതരിപ്പിച്ചു. വബിൽ ഹഖ് നസൽ. സത്യസമേതം അത് അവതരിക്കുകയും ചെയ്തിരിക്കുന്നു. അസത്യത്തിൻ്റെയോ അബദ്ധത്തിൻ്റെയോ ഒരു ചെറിയ അംശം പോലും അതിലില്ല. വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ. സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. ആയത്ത് 106. ഖുർആനം ഫറഖനാഹു. ഖുർആനിനെ ഭാഗങ്ങളായി നാം വേർതിരിച്ചിരിക്കുന്നു. ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ. സാവകാശത്തിൽ ജനങ്ങൾക്ക് നീ അത് ഓതിക്കൊടുക്കാൻ വേണ്ടി. വനസ്സൽനാഹു തൻസീല. ക്രമേണയായി അത് നാം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. 23 സംവത്സരം കൊണ്ടാണ് 114 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുർആൻ അവതരിപ്പിച്ചത്. ഓരോ സന്ദർഭത്തിലും അല്പാൽപമായാണ് അവതരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജനങ്ങൾക്ക് ഓതിക്കൊടുക്കാനും അവർക്കത് പഠിക്കാനും സൗകര്യമായി അവതരിക്കുന്നത് അപ്പോൾ പഠിക്കുകയും എഴുതി വെക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവതരിക്കുന്നതിനനുസരിച്ച് സ്വഹാബികൾ മനഃപ്പാഠമാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു. അതിനൊക്കെ ആ നിലക്കുള്ള അവതരണം കൊണ്ട് സാധ്യമായി. ആയത്ത് 107. ഖുൽ ആമിനു ബിഹി ഔ ലാ തുഅ്മിനു. പറയുക, നിങ്ങൾ അതിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട, രണ്ടിനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി. നിശ്ചയമായും ഇതിനു മുമ്പ് അറിവ് നൽകപ്പെട്ടവർ ഇദാ യുത്ല അലൈഹിം. ഖുർആൻ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ യഖ്റൂന ലിൽ അദ്ഖാനി സുജ്ജദ.
അവർ പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴുന്നതാണ്. വിജ്ഞാനവും വിനയവുമുള്ളവർക്ക് അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് അവർ സാഷ്ടാംഗം ചെയ്യും. മുൻവേദങ്ങൾ ശരിക്കും മനസ്സിലാക്കിയവർ ഖുർആന്റെ ആധികാരികത ബോധ്യപ്പെട്ട് അള്ളാഹുവിന് പ്രണാമമർപ്പിക്കും. ആയത്ത് 108. വയഖൂലുന സുബ്ഹാന റബ്ബിനാ ഇൻ കാന വഅദു റബ്ബിനാ ലമഫ്ഊല. അവർ പറയും, ഞങ്ങളുടെ റബ്ബിൻ്റെ പരിശുദ്ധി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ റബ്ബിൻ്റെ വാഗ്ദാനം നടപ്പിൽ വരുന്നത് തന്നെയാകുന്നു. പേജ് നമ്പർ 1017. വയഖറൂന ലിൽ അദ്കാനി യബ്കൂന വയസീദുഹും ഖുശൂഅ. അവർ കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴുന്നതും അതവർക്ക് വിനയം വർദ്ധിപ്പിക്കുന്നതുമാകുന്നു. ആയത്ത് 110. ഖുലിദുല്ലാഹ, പറയുക, നിങ്ങൾ അല്ലാഹു എന്ന് വിളിക്കുവീൻ, അവിദുർ റഹ്മാൻ, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിക്കുവീൻ. അയ്യമ്മ തദു, നിങ്ങൾ എന്ത് വിളിച്ചാലും, ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അതിവിശേഷപ്പെട്ട നാമങ്ങൾ അവനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അല്ലാഹ് എന്നും യാ റഹ്മാൻ എന്നും വിളിക്കുന്നത് മുശ്രിക്കുകൾ കേട്ടു. 2 ഇലാഹുകളോട് പ്രാർത്ഥിക്കരുതെന്ന് നമ്മളോട് പറഞ്ഞവൻ ഇതാ 2 ഇലാഹുകളോട് പ്രാർത്ഥിക്കുന്നു എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു. അതിനെപ്പറ്റിയാണ് ആയത്തിൽ പറയുന്നത്. അല്ലാഹുവിന് അതിവിശിഷ്ടങ്ങളായ പേരുകളുണ്ട്, അവയിൽ ഏത് പേരിലും വിളിക്കാം, പേരുകാരൻ ഒന്ന് തന്നെ. വലാ തജ്ഹർ ബിസ്വലാത്തിക, നിന്റെ പ്രാർത്ഥനയിൽ നീ ശബ്ദം ഉയർച്ചത്തിലാക്കരുത്. വലാ തുഖാഫിത് ബിഹ, അതിൽ ശബ്ദം പതുക്കെയാക്കുകയും ചെയ്യരുത്. വബ്തഗി ബൈന ദാലിക സബീല, അതിനിടയിലുള്ള മിതമായ മാർഗം നീ തേടിക്കൊള്ളുക. ശബ്ദം വല്ലാതെ ഉയർത്തുകയോ ശബ്ദം തീരെ കുറക്കുകയോ വേണ്ട. രണ്ടിനുമിടക്ക് മിതമായ ശബ്ദത്തിൽ നമസ്കാരത്തിൽ ഓതണമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആയത്ത് 111. വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദ, പറയുക, സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്ത അല്ലാഹുവിന് സർവസ്തുതിയും. സന്താനമുണ്ടാവുക എന്നത് അല്ലാഹുവിൻ്റെ മഹത്വത്തിന് ഒരിക്കലും യോജിച്ചതല്ല. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്കി, രാജവാഴ്ചയിൽ തനിക്ക് പങ്കാളിയില്ലാത്തവനുമായ, വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുല്ലി, പോരായ്മ കാരണത്താൽ തനിക്ക് മിത്രമില്ലാത്തവനുമായ. പോരായ്മ നിമിത്തം അത് പരിഹരിക്കുവാൻ വേണ്ടി ആരോടെങ്കിലും മൈത്രി ബന്ധമുണ്ടാക്കുക എന്നതവിടെയില്ല. വകബ്ബിർഹു തക്ബീറ, അവനെ ശരിയായ നിലയിൽ നീ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. പേജ് 1018. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മഹത്വം പ്രഖ്യാപിക്കുക. ഈ മഹാവചനം ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ശരിക്ക് പ്രയോഗത്തിൽ വരുത്തുക, അതിന് വ്യത്യാസം ചെയ്യാതിരിക്കുക. ഉദാഹരണം, അല്ലാഹുവിൻ്റെ തൃപ്തിയും സമ്മതവും നോക്കാതെ കള്ളക്കച്ചവടം ചെയ്ത് കള്ളഫത്വ കൊടുത്ത് കള്ളസാക്ഷി പറഞ്ഞ് പണം സമ്പാദിക്കാൻ ഈ മഹത്തായ വചനത്തിൻ്റെ താല്പര്യത്തിനെതിരാണ്. അല്ലാഹു അക്ബർ, അതിൻ്റെ അർത്ഥം അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു എന്നാണ്. അന്യായമായി ധനം സമ്പാദിക്കുന്നവൻ ധനത്തെയാണ് അധികം വലുതാക്കുന്നത്. അങ്ങനെ പലതുമുണ്ട്. തൻ്റെ രാജ്യമാണ് ഏറ്റവും വലുത് എന്ന് കരുതുന്നവൻ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യും. തൻ്റെ പേരും പ്രസിദ്ധിയുമാണ് എല്ലാറ്റിലും വലുത് എന്ന് വിചാരിക്കുന്നവൻ അതിന് വേണ്ടി എന്തിനും തയ്യാറാകും. ന്യായവും സത്യവും നീതിയും പരിഗണിക്കുകയില്ല. തൻ്റെ പാർട്ടിയാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്നവൻ പാർട്ടിക്ക് വേണ്ടി എന്ത് കടുങ്കയ്യും ചെയ്യും. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിച്ചവൻ അള്ളാഹുവിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കും. അള്ളാഹു നമ്മെ ബോധവാന്മാരാക്കട്ടെ. സൂറത്തുൽ ഇസ്രാ അവസാനിച്ചു.